GBMAT 401 മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് 4 എന്ന പേപ്പറിലെ ഫോർത്ത് മൊഡ്യൂളാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് അതിന്റെ സിലബസ് ഒന്ന് നോക്കാം. റാൻഡം പ്രോസസ് കൺസെപ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോസസ്, മെത്തേഡ്സ് ഓഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് റാൻഡം പ്രോസസ്, സ്പെഷ്യൽ ക്ലാസസ്, ആവറേജ് വാല്യൂസ് ഓഫ് എ റാൻഡം പ്രോസസ്, സ്റ്റേഷനറി SSS, WSS, auto correlation functions and its properties, ergodicity, mean ergodic process, mean ergodic theorem, correlation ergodic process, distribution ergodic process. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള റാൻഡം പ്രോസസ് കൺസെപ്റ്റ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ദ പ്രോസസ്, അതുപോലെ അതിന് കുറച്ച് പ്രോപ്പർട്ടീസും കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ടോപ്പിക് റാൻഡം പ്രോസസ്. നമ്മൾ ഈ കഴിഞ്ഞ 3 മൊഡ്യൂളുകളിലായിട്ട് ഡിസ്കസ് ചെയ്തത് റാൻഡം വേരിയബിളിനെ കുറിച്ചായിരുന്നു അല്ലെ. റാൻഡം വേരിയബിളിനെ നമ്മൾ എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്തിരുന്നത്. എന്താണ് റാൻഡം വേരിയബിൾ? സാമ്പിൾ സ്പേസിൽ നിന്നും റിയൽ നമ്പറിലേക്കുള്ള ഒരു ഫംഗ്ഷനെയാണ് എന്ത് പറയാ, റാൻഡം വേരിയബിൾ എന്ന് പറയാം. ഇവിടെ നമ്മുടെ റാൻഡം വേരിയബിൾ സാമ്പിൾ സ്പേസിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. എന്നാൽ നമുക്ക് ഇനി പഠിക്കാനുള്ളത് റാൻഡം പ്രോസസ്സിനെ കുറിച്ചാണ്. റാൻഡം പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റാൻഡം വേരിയബിൾ തന്നെയാണ്, പക്ഷെ അത് സാമ്പിൾ സ്പേസിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, ടൈമിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സാമ്പിൾ സ്പേസിനെയും ടൈമിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്ന റാൻഡം വേരിയബിളിനെയാണ് നമ്മൾ എന്ത് പറയാ, റാൻഡം പ്രോസസ് എന്ന് പറയാം. നോക്കൂ ഡെഫിനിഷൻ. എ റാൻഡം പ്രോസസ് ഈസ് എ കളക്ഷൻ ഓർ എൻസെമ്പിൾ ഓഫ് റാൻഡം വേരിയബിൾസ് സെറ്റ് എക്സ് ഓഫ് എസ് കോമ ടി ദാറ്റ് ആർ ഫങ്ഷൻസ് ഓഫ് എ റിയൽ വേരിയബിൾ നെയിംലി ടൈം ടി വേർ എസ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എസ്, സാമ്പിൾ സ്പേസ് ആണ് ക്യാപിറ്റൽ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻഡ് ടി ബിലോങ്സ് ടു ക്യാപിറ്റൽ ടി. ടി എന്താണ്? പാരാമീറ്റർ സെറ്റ് ഓർ ഇൻഡെക്സ് സെറ്റ് ആണ്. ഓക്കെ, ഇപ്പൊ സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ റാൻഡം പ്രോസസ് എന്താണ്, ഒരു റാൻഡം വേരിയബിൾ തന്നെയാണ്. അത് സാമ്പിൾ സ്പേസിന് മാത്രമല്ല ഒരു പാരാമീറ്റർ സെറ്റിനെ കൂടി അല്ലെങ്കിൽ ഇൻഡെക്സ് സെറ്റിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ റാൻഡം പ്രോസസ്സിനെ എക്സ് ഓഫ് എസ് കോമ ടി എന്നാണ് സാധാരണയായിട്ട് ഡിനോട്ട് ചെയ്യുക. പക്ഷെ നമ്മൾ കുറച്ചും കൂടിയും ഈസി ആയിട്ട് ഈ ടെക്സ്റ്റിലെല്ലാം എക്സ് ഓഫ് ടി എന്നായിരിക്കും ഈ ഒരു റാൻഡം പ്രോസസ്സിനെ ഡിനോട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടായിരിക്കുക. സോ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് റാൻഡം പ്രോസസ്സിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളുകളിലൊക്കെ ആയിട്ട് റാൻഡം വേരിയബിൾസിനെ കുറിച്ച് പഠിച്ചു അല്ലെ. റാൻഡം വേരിയബിൾസ് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? സാമ്പിൾ സ്പേസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഈ സാമ്പിൾ സ്പേസിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് റാൻഡം വേരിയബിൾസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. സാമ്പിൾ സ്പേസ് ഡിസ്ക്രീറ്റ് ആകുന്ന സമയത്ത് നമ്മൾ അതിനെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്നും, സാമ്പിൾ സ്പേസ് കണ്ടിന്യൂസ് ആകുമ്പോൾ നമ്മൾ അതിനെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്നും ക്ലാസിഫൈ ചെയ്തു അല്ലെ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ റാൻഡം പ്രോസസ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കാനുള്ളത്. റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടിയെ നമുക്ക് സാമ്പിൾ സ്പേസ്, അത് സാമ്പിൾ സ്പേസിനെയും പാരാമീറ്റർ സെറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ സാമ്പിൾ സ്പേസ് ഡിസ്ക്രീറ്റ് ആവാം, സാമ്പിൾ സ്പേസ് കണ്ടിന്യൂസ് ആവാം. അതുപോലെ നമ്മുടെ പാരാമീറ്റർ സെറ്റ് ഡിസ്ക്രീറ്റ് ആവാം, പാരാമീറ്റർ സെറ്റ് കണ്ടിന്യൂസ് ആവാം. സോ നമുക്ക് റാൻഡം പ്രോസസ്സിനെ സാമ്പിൾ സ്പേസിന്റെയും ടിയുടെയും പ്രത്യേകതകൾ അനുസരിച്ചിട്ട് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നോക്കൂ, ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടിന്യൂസ് ഓർ ഡിസ്ക്രീറ്റ് നാച്ചർ ഓഫ് ദ സ്റ്റേറ്റ് സ്പേസ് എസ് ആൻഡ് പാരാമീറ്റർ സെറ്റ് എസ്, എ റാൻഡം പ്രോസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4 ടൈപ്സ്. നമുക്ക് ഈ ഒരു ഒറ്റ ടേബിളിലൂടെ റാൻഡം പ്രോസസ്സിന്റെ ക്ലാസിഫിക്കേഷൻ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഇവിടെ ടി എന്ന് പറയുന്നത് പാരാമീറ്റർ സെറ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് സെറ്റ് ആണ്. എസ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്പേസ് ആണ്. നമ്മുടെ പാരാമീറ്റർ സെറ്റ് ഡിസ്ക്രീറ്റ് ആവാം, കണ്ടിന്യൂസ് ആവാം. അതുപോലെ സാമ്പിൾ സ്പേസ് സ്റ്റേറ്റ് സ്പേസ് എന്താവാം? ഡിസ്ക്രീറ്റ് ആവാം, കണ്ടിന്യൂസ് ആവാം. നമ്മുടെ പാരാമീറ്റർ സെറ്റ് ഡിസ്ക്രീറ്റ് ആവുമ്പോൾ അത് എപ്പോഴും ഒരു സീക്വൻസ് ആയിരിക്കും. ഓക്കെ, പാരാമീറ്റർ സെറ്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ അത് ആ ക്ലാസിഫിക്കേഷൻ ഒരു പ്രോസസ് ആയിരിക്കും. നോക്കൂ, ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാമ്പിൾ സ്പേസും പാരാമീറ്റർ സെറ്റും ഡിസ്ക്രീറ്റ് ആവുന്ന കേസിൽ നമ്മൾ ആ ഒരു റാൻഡം പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ക്രീറ്റ് റാൻഡം സീക്വൻസ്. ഇനി നമ്മുടെ സാമ്പിൾ സ്പേസ് കണ്ടിന്യൂസും പാരാമീറ്റർ സെറ്റ് ഡിസ്ക്രീറ്റ് ആവുന്ന സമയത്ത് നമ്മൾ അതിനെ കണ്ടിന്യൂസ് റാൻഡം സീക്വൻസ് എന്ന് വിളിക്കും. ഇനി നമ്മുടെ സാമ്പിൾ സ്പേസ് ഡിസ്ക്രീറ്റും നമ്മുടെ പാരാമീറ്റർ സെറ്റ് കണ്ടിന്യൂസ് ആവുകയാണെങ്കിൽ നമ്മൾ ആ റാൻഡം പ്രോസസ്സിനെ ഡിസ്ക്രീറ്റ് റാൻഡം പ്രോസസ് എന്ന് വിളിക്കും. സപ്പോസ് നമ്മുടെ സാമ്പിൾ സ്പേസും പാരാമീറ്റർ സെറ്റും കണ്ടിന്യൂസ് ആവുന്ന കേസിൽ നമ്മൾ ആ റാൻഡം പ്രോസസ്സിനെ വിളിക്കുന്ന പേര് കണ്ടിന്യൂസ് റാൻഡം പ്രോസസ് എന്നാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഒറ്റ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓരോ ക്ലാസിഫിക്കേഷൻ ഓഫ് റാൻഡം പ്രോസസ്സും ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട്
ഇതിന്റെ ഡെഫിനിഷൻസും എക്സാമ്പിൾസും നോക്കാം. ഫസ്റ്റ് വൺ, ഡിസ്ക്രീറ്റ് റാൻഡം സീക്വൻസ്. എന്താണ് ഡിസ്ക്രീറ്റ് റാൻഡം സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ബോത്ത് ടി ആൻഡ് എസ് ആർ ഡിസ്ക്രീറ്റ്, ദ റാൻഡം പ്രോസസ് ഈസ് കോൾഡ് എ ഡിസ്ക്രീറ്റ് റാൻഡം സീക്വൻസ്. അതായത് സാമ്പിൾ സ്പേസും പാരാമീറ്റർ സെറ്റും ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം? ഡിസ്ക്രീറ്റ് റാൻഡം സീക്വൻസ് എന്ന് വിളിക്കാം. ഒരു എക്സാമ്പിൾ നോക്കൂ. ഇഫ് xn represent the outcome of the nth toss of a fair dice, then xn n greater than or equal to 1 is a discrete random sequence since t is equal to 1, 2, 3, etc. and s is equal to 1, 2, 3, 4, 5, 6. എന്താണ് എക്സാമ്പിൾ പറയുന്നത്? xn എന്ന് പറയുന്നത് ഔട്ട്കംസ് ഓഫ് nth ടോസ് ഓഫ് എ ഫെയർ ഡൈസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഡൈ ടോസ് ചെയ്താൽ അതിന് സാമ്പിൾ സ്പേസ് ആരേ വരുള്ളൂ? 1, 2, 3, 4, 5, 6. അപ്പൊ ഇതെന്താണ്? ഒരു ഡിസ്ക്രീറ്റ് സെറ്റ് ആണ്. ഇനി ടൈം നോക്കൂ. നമ്മൾ ഒരു ഡൈ ടോസ് ചെയ്തു, ഒരു പ്രാവശ്യം ഒരു ഡൈ ടോസ് ചെയ്തു, അപ്പൊ 1 മിനിറ്റ് ആണ് വിചാരിക്കാം. സെക്കൻഡ് ടൈം നമ്മൾ ഒരു ഡൈ ടോസ് ചെയ്തു, അപ്പൊ 2 മിനിറ്റ് ആണ്. നമ്മുടെ ആ ടൈം നമ്മൾ ടോസ് ചെയ്യുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഡിസ്ക്രീറ്റ് വാല്യൂ ആയിരിക്കും വരിക. അപ്പൊ നമ്മുടെ ടൈം പാരാമീറ്റർ സെറ്റും എന്താണ്? ഡിസ്ക്രീറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ഒരു ഡിസ്ക്രീറ്റ് റാൻഡം സീക്വൻസിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അടുത്തത് കണ്ടിന്യൂസ് റാൻഡം സീക്വൻസ്. ഇവിടെ സീക്വൻസ് എന്ന് വന്നു, അപ്പൊ തന്നെ ഉറപ്പിക്കാം നമ്മുടെ പാരാമീറ്റർ സെറ്റ് ആരാണ്? ഡിസ്ക്രീറ്റ് ആയിരിക്കും. ഇവിടെ കണ്ടിന്യൂസ് എന്ന് വന്നതുകൊണ്ട് സാമ്പിൾ സ്പേസ് കണ്ടിന്യൂസ് ആയിരിക്കും അല്ലെ? ഇഫ് ടി ഈസ് ഡിസ്ക്രീറ്റ് ആൻഡ് എസ് ഈസ് കണ്ടിന്യൂസ്, then random process is called continuous random sequence. Okay, example നോക്കൂ. If xn represent the temperature recorded at Trivandrum airport at 12 noon on the nth day, state space s is equal to open interval 050, assuming the temperature never goes below 0 degrees Celsius and 50 degrees Celsius. എന്താണ് എക്സാമ്പിൾ പറയുന്നത്? ട്രിവാൻഡ്രം എയർപോർട്ടിൽ 12 noonനുള്ള ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യുന്നു. അതാണ് നമ്മുടെ റാൻഡം പ്രോസസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ സാമ്പിൾ സ്പേസ് ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവൽ 0 to 50 ഡിഗ്രി സെൽഷ്യസിന്റെ ഉള്ളിലായിരിക്കും വരുന്നത്. കാരണം നമുക്കൊരു കറക്റ്റ് ടെമ്പറേച്ചർ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പർട്ടിക്കുലർ ഇന്റർവെലിനുള്ളിൽ മാത്രമേ നമുക്ക് ടെമ്പറേച്ചർ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ടൈം നോക്കൂ. നമ്മൾ കറക്റ്റ് 12 noonലെ ടെമ്പറേച്ചർ ആണ് മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ടൈം എന്താണ്? ഡിസ്ക്രീറ്റ് ആണ്. സോ ഇവിടെ ടൈം ഡിസ്ക്രീറ്റും സാമ്പിൾ സ്പേസ് കണ്ടിന്യൂസും ആയത് കാരണം നമുക്ക് അതിന് എന്ത് പറയാം? കണ്ടിന്യൂസ് റാൻഡം സീക്വൻസിന് എക്സാമ്പിൾ ആണ് എന്ന് പറയാം. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, ഡിസ്ക്രീറ്റ് റാൻഡം പ്രോസസ്. പ്രോസസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ടൈം പാരാമീറ്റർ സെറ്റ് എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഡിസ്ക്രീറ്റ് ആയത് കാരണം എന്ത് പറയാം? അതിന്റെ സാമ്പിൾ സ്പേസ് ഡിസ്ക്രീറ്റ് ആയിരിക്കും. അങ്ങനെ വേണം ഓർത്ത് ഡെഫിനിഷൻ എഴുതാൻ. ഓക്കെ, ഇഫ് ടി ഈസ് കണ്ടിന്യൂസ് ആൻഡ് എസ് ഈസ് ഡിസ്ക്രീറ്റ്, ദ റാൻഡം പ്രോസസ് ഈസ് കോൾഡ് ഡിസ്ക്രീറ്റ് റാൻഡം പ്രോസസ്. എക്സാമ്പിൾ നോക്കൂ. ഇഫ് എക്സ് ഓഫ് ടി റെപ്രസെന്റ് ദ നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് received in the interval open 0t, then x of t is a discrete random process since s is equal to 0, 1, 2, 3, etc. എന്താണ് എക്സാമ്പിൾ പറയുന്നത്? ഇവിടെ റാൻഡം പ്രോസസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് റിസീവ്ഡ് ഇൻ ദ ഇന്റർവൽ ഓപ്പൺ ഇന്റർവൽ 0t. ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവലിനുള്ളിലുള്ള നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് ആണ് നമ്മുടെ റാൻഡം പ്രോസസ്സ്. അപ്പൊ തന്നെ നമുക്ക് ക്ലിയർ ആണ് നമ്മുടെ പർട്ടിക്കുലർ ടൈം ഇന്റർവൽ. ടൈം എന്താണ്? ഒരു ഇന്റർവലിനുള്ളിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ അതെന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഈ നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് അല്ലേ ഈ പർട്ടിക്കുലർ ഇന്റർവലിനുള്ളിൽ ചിലപ്പോൾ 0 ടെലിഫോൺ കോൾസ് ആവാം, ചിലപ്പോൾ 1 ടെലിഫോൺ കോൾ വരാം, ചിലപ്പോൾ 2 ആയിരിക്കാം, ചിലപ്പോൾ 3 ആയിരിക്കാം. അപ്പോൾ നമ്മുടെ സാമ്പിൾ സ്പേസ് എന്താണ്? ഡിസ്ക്രീറ്റ് ആണ്. ഓക്കെ, അപ്പൊ സാമ്പിൾ സ്പേസ് ഡിസ്ക്രീറ്റും ആണ്, ടൈം കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് നമുക്ക് അതിന് എന്ത് പറയാം? ഡിസ്ക്രീറ്റ് റാൻഡം പ്രോസസ്സിന് എക്സാമ്പിൾ ആണെന്ന് പറയാൻ പറ്റും. ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് കണ്ടിന്യൂസ് റാൻഡം പ്രോസസ്. ഇവിടെ പ്രോസസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പാരാമീറ്റർ സെറ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. ഇവിടെ കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമ്മുടെ സാമ്പിൾ സ്പേസും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഇഫ് ബോത്ത് ടി ആൻഡ് എസ് ആർ കണ്ടിന്യൂസ്, ദ റാൻഡം പ്രോസസ് ഈസ് കോൾഡ് കണ്ടിന്യൂസ് റാൻഡം പ്രോസസ്. എക്സാമ്പിൾ നോക്കൂ. ഇഫ് എക്സ് ഓഫ് ടി റെപ്രസെന്റ് ദ മാക്സിമം ടെമ്പറേച്ചർ അറ്റ് എ പ്ലേസ് ഇൻ ദ ഇന്റർവൽ ഓപ്പൺ 0t, then എക്സ് ഓഫ് ടി ഇസ് എ കണ്ടിന്യൂസ് റാൻഡം പ്രോസസ്. എന്താണ് നമ്മുടെ റാൻഡം പ്രോസസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഒരു പ്ലേസിലുള്ള ഓപ്പൺ ഇന്റർവൽ 0tയിലുള്ള മാക്സിമം ടെമ്പറേച്ചർ ആണ് നമ്മുടെ റാൻഡം പ്രോസസ്. അപ്പോൾ പർട്ടിക്കുലർ ഇന്റർവെല്ലിലാണ് നമ്മുടെ ടൈം വരുന്നത്. അപ്പൊ ടൈം എന്താണ്? ഇന്റർവെല്ലിനുള്ളിൽ വന്നാൽ ടൈം എന്താണ്? കണ്ടിന്യൂസ് ആണ്. പിന്നെ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്, ടെമ്പറേച്ചർ എന്തായിരിക്കും? ഒരു പർട്ടിക്കുലർ ഇന്റർവെല്ലിനുള്ളിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സാമ്പിൾ സ്പേസും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പൊ സാമ്പിൾ സ്പേസും നമ്മുടെ പാരാമീറ്റർ സെറ്റും കണ്ടിന്യൂസ് ആയത് കാരണം നമുക്ക് അതിന് എന്ത് പറയാം? കണ്ടിന്യൂസ് റാൻഡം പ്രോസസ് ആണ് എന്ന് പറയാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്
ഈ റാൻഡം പ്രോസസ്സിനെ നമ്മൾ റാൻഡം വേരിയബിൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം പിന്നെ എന്ത് പഠിച്ചിരുന്നു? അതിന്റെ മീൻ കണ്ടെത്താൻ, വേരിയൻസ് കണ്ടെത്താൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് ഇനി റാൻഡം പ്രോസസ്സിന്റെ മീൻ കണ്ടെത്താനും വേരിയൻസ് കണ്ടെത്താനും മറ്റു ചില പുതിയ കുറച്ച് ആളുകളെ കൂടി പരിചയപ്പെടാനുണ്ട്. സോ ഫസ്റ്റ് വൺ, മീൻ ഓർ എൻസെമ്പിൾ ആവറേജ്. റാൻഡം പ്രോസസ്സിന്റെ മീനിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എൻസെമ്പിൾ ആവറേജ്. എങ്ങനെയായിരുന്നു നമ്മൾ റാൻഡം വേരിയബിൾസിൽ മീൻ കണ്ടെത്തിയിരുന്നത്? നമ്മൾ അതിനെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്നായിരുന്നു ഡിനോട്ട് ചെയ്തിരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു ഡിസ്ക്രീറ്റ് ആയിരുന്നു. നമ്മുടെ റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ എക്സ് സമ്മേഷൻ എക്സ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യും മീൻ കണ്ടെത്താൻ. ഇനി സപ്പോസ് നമ്മുടെ റാൻഡം വേരിയബിൾ കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ അവിടെ ഇന്റഗ്രൽ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈ ഇക്വേഷൻ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇതേ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ റാൻഡം പ്രോസസ്സിലും യൂസ് ചെയ്യാം. റാൻഡം പ്രോസസ്സിൽ നമ്മുടെ വേരിയബിൾ റാൻഡം എക്സിന് പകരം ആരാണ് എക്സ് ഓഫ് ടി ആവുന്നേ ഉള്ളൂ അല്ലെ? അപ്പൊ എന്ത് വരും ഇക്വേഷൻ? മ്യൂ എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന്റെ പൊസിഷനിൽ എക്സ് ഓഫ് ടി വന്നു. എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? സമ്മേഷൻ എക്സ് ഓഫ് ടി പി ഓഫ് എക്സ് ഓഫ് ടി. എക്സ് ഓഫ് ടി കണ്ടിന്യൂസ് ആണെങ്കിൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി എഫ് ഓഫ് എക്സ് ഓഫ് ടി ഡി ടി. ഇതാണ് നമ്മുടെ മീന് കണ്ടെത്താനുള്ള ഇക്വേഷൻ. അടുത്തത് വേരിയൻസ് ഓഫ് എ റാൻഡം പ്രോസസ് ആണ്. നമ്മൾ നേരത്തെ മീൻ ഓഫ് എ റാൻഡം പ്രോസസ്സിനെ എൻസെമ്പിൾ ആവറേജ് എന്ന് വിളിച്ചു. അതുപോലെ തന്നെ ഒരു റാൻഡം പ്രോസസ്സിന്റെ വേരിയൻസിനെ നമുക്ക് എൻസെമ്പിൾ വേരിയൻസ് എന്ന് കൂടി വിളിക്കാം. ഓക്കെ, അപ്പോ റാൻഡം പ്രോസസ്സിന്റെ വേരിയൻസിന്റെ മറ്റൊരു പേരാണ് എൻസെമ്പിൾ വേരിയൻസ്. നമ്മൾ എങ്ങനെയായിരുന്നു റാൻഡം വേരിയബിൾസിൽ വേരിയൻസ് കണ്ടെത്തിയിരുന്നത്? വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ടി ഹോൾ സ്ക്വയർ ആയിരുന്നു. ഇതേ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റാൻഡം പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ എക്സ് ആരായി മാറും? റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി ആയി മാറും എന്നേ ഉള്ളൂ. നോക്ക് ഇക്വേഷൻ, വേരിയൻസ് ഓഫ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ദി ഹോൾ സ്ക്വയർ. ഇവിടെ നമുക്ക് എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് ടി കണ്ടെത്താൻ നമ്മൾ നേരത്തെ ഇക്വേഷനിൽ പഠിച്ചു. എങ്ങനെയായിരിക്കും എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ ഓഫ് ടി കണ്ടെത്തുക? നമുക്ക് ഓൾറെഡി അറിയുന്നതാണ് റാൻഡം വേരിയബിൾസിൽ നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എങ്ങനെ കണ്ടെത്തിയിരുന്നത്? എക്സ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ സമ്മേഷൻ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യും. ഇനി എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുക? ഇന്റഗ്രൽ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുക. ഇതേ റാൻഡം വേരിയബിൾ നമ്മൾ എന്ത് ഇക്വേഷൻ ആണ് പഠിച്ചത് അത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് നമ്മുടെ റാൻഡം പ്രോസസ് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? സമ്മേഷൻ എക്സ് സ്ക്വയർ ഓഫ് ടി പി ഓഫ് എക്സ് ഓഫ് ടി. ഇനി എക്സ് ഓഫ് ടി റാൻഡം പ്രോസസ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ഓഫ് ടി എഫ് ഓഫ് എക്സ് ഓഫ് ടി ഡി ടി. ഇതായിരിക്കും ഇക്വേഷൻ. ഇനി നമ്മൾ ഈ ഒരു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടിനെ പറയുന്ന ഒരു പേരാണ് മീൻ സ്ക്വയർ വാല്യൂ. നമ്മുടെ പ്രോബ്ലത്തിലൊക്കെ ഇങ്ങനെ വരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ മീൻ സ്ക്വയർ വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി ആണ് എന്ന് ഓർത്തിരിക്കണം. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ഇതുവരെ പരിചയപ്പെടാത്ത ഒരു കൺസെപ്റ്റ് ആണ് ഓട്ടോ കോറിലേഷൻ. ഒരു റാൻഡം പ്രോസസ്സിന്റെ ഓട്ടോ കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ ആർ എക്സ് എക്സ് ഓഫ് ടി വൺ കോമ ടി ടു എന്നാണ് ഡിനോട്ട് ചെയ്യുക, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ ഇൻറ്റു എക്സ് ഓഫ് ടി ടു. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ അതുപോലെ ഓർത്ത് വെക്കുക. ക്ലിയർ? ഇനി ഈ ഓട്ടോ കോറിലേഷന്റെ ഈ ഇക്വേഷൻ നമുക്ക് മറ്റൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ടി വണ്ണിന് ടി എന്നും ടി ടു മൈനസ് ടി വണ്ണിന് ടോ എന്ന് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ടി ടു എന്ത് കിട്ടും? ടി വണ്ണിന് ഈക്വലിന് അപ്പുറത്ത് കൊണ്ടുപോയാൽ ടോ പ്ലസ് ടി വൺ എന്ന് വരും. ടി വൺ ആരാണ്? ടി ആണ്. അപ്പോൾ ടി ടു ഇസ് ഈക്വൽ ടു ടോ പ്ലസ് ടി എന്ന് വരും. ഇനി ഈ ഒരു ടി വണ്ണിന് ടിയും ടി ടുവിന് ടോ പ്ലസ് ടിയും നമ്മുടെ ഈ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ആർ എക്സ് എക്സ് ഓഫ് ടോ ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് ടോ. ഇതാണ് ഓട്ടോ കോറിലേഷന്റെ മറ്റൊരു ഇക്വേഷൻ. ഓക്കെ, നിങ്ങൾ ഈ രണ്ട് ഇക്വേഷനും പഠിച്ചു വെക്കണം. കാരണം ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഏതാണോ ഏറ്റവും നല്ലത് അത് യൂസ് ചെയ്തിട്ടായിരിക്കും പ്രോബ്ലംസ് ചെയ്യുക. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഓട്ടോ കോവേരിയൻസ് ഫംഗ്ഷൻ ഓഫ് എ റാൻഡം പ്രോസസ്. ഇത് നമുക്ക് പുതിയൊരു കൺസെപ്റ്റ് ആണ്. ഒരു റാൻഡം പ്രോസസ്സിന്റെ ഓട്ടോ കോവേരിയൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക സി എക്സ് എക്സ് ഓഫ് ടി വൺ ടി ടു എന്നാണ്, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ മൈനസ് മ്യൂ ഓഫ് ടി വൺ ഇൻറ്റു എക്സ് ഓഫ് ടി ടു മൈനസ് മ്യൂ ഓഫ് ടി ടു. ഓൾസോ ഇതിനെ നമുക്കൊരു സിംപ്ലിഫൈഡ് ഫോമാറ്റ് ആയിട്ട് എങ്ങനെ പഠിക്കാം? ആർ എക്സ് എക്സ് ഓഫ് ടി വൺ ടി ടു മൈനസ് മ്യൂ ഓഫ് ടി വൺ ഇൻറ്റു മ്യൂ ഓഫ് ടി ടു.
അതായത് നിങ്ങൾ ഓട്ടോ കോവേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ സി എക്സ് എക്സ് ഓഫ് ടി വൺ കോമ ടി ടു ഈസ് ഈക്വൽ ടു ആർ എക്സ് എക്സ് ഓഫ് ടി വൺ കോമ ടി ടു മൈനസ് മ്യൂ ഓഫ് ടി വൺ എന്ന് പറഞ്ഞാൽ ആരാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ അല്ലേ, അതിന് നമ്മൾ അങ്ങനെയായിട്ട് നോട്ട് ചെയ്യാം. മ്യൂ ഓഫ് ടി ടു എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ടു. നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. ഓട്ടോ കോവേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എക്സ് എക്സ് ഓഫ് ടി വൺ ടി ടു എന്നാണ് ഡിനോട്ട് ചെയ്യുക, വിച്ച് ഇസ് ഈക്വൽ ടു ആർ എക്സ് എക്സ് ഓഫ് ടി വൺ ടി ടു മൈനസ് എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് ടി വൺ ഇൻറ്റു എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് ടി ടു. ക്ലിയർ? ഇത് ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കംപ്ലീറ്റ് ഈ ഒരു കാര്യത്തിൽ നിന്നാണ്. അപ്പൊ നമ്മൾ പുതിയ കൺസെപ്റ്റുകളായിട്ടുള്ള ഓട്ടോ കോവേരിയൻസും ഓട്ടോ കോറിലേഷനും എന്താണെന്ന് പഠിച്ചു. അതിന്റെ ഡെഫിനിഷനിൽ സപ്പോസ് ടി വൺ ഈസ് ഈക്വൽ ടു ടി ടു ഈസ് ഈക്വൽ ടു ടി ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഓട്ടോ കോറിലേഷൻ ഇക്വേഷൻ എങ്ങനെ മാറും? നമുക്കറിയാം ഓട്ടോ കോറിലേഷൻ ആർ എക്സ് എക്സ് ഓഫ് ടി വൺ കോമ ടി ടു ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ ഇൻറ്റു എക്സ് ഓഫ് ടി ടു. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ. അപ്പൊ ടി വണ്ണും ടി ടുവും ടിക്ക് ഈക്വൽ ആണെങ്കിൽ എന്ത് വരും? ആർ എക്സ് എക്സ് ഓഫ് ടി കോമ ടി ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി. ഇങ്ങനെ വരില്ലേ? എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി എന്ന് വരും. ഈ എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ ഓഫ് ടി ആരാണ്? ഇത് മീൻ സ്ക്വയർ വാല്യൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ ടി വൺ ഈസ് ഈക്വൽ ടു ടി ടു ഈസ് ഈക്വൽ ടു ടി ആണെങ്കിൽ നമുക്ക് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ആരായി മാറും? മീൻ സ്ക്വയർ വാല്യൂ ഓഫ് എ റാൻഡം പ്രോസസ് ആയിട്ട് മാറും എന്ന് പറയാം. ഇനി നമ്മൾ ഓട്ടോ കൊവേരിയൻസ് പഠിച്ചു അല്ലെ. ഓട്ടോ കൊവേരിയൻസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? സി എക്സ് എക്സ് ഓഫ് ടി വൺ കോമ ടി ടു ഈസ് ഈക്വൽ ടു ആർ എക്സ് എക്സ് ഓഫ് ടി വൺ കോമ ടി ടു മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ടു. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. ഇനി ഇവിടെ ടി വൺ ഈക്വൽ ടു ടി ടു ഈക്വൽ ടു ടി ആണെങ്കിൽ എന്ത് വരും? സി എക്സ് എക്സ് ഓഫ് ടി കോമ ടി ഈസ് ഈക്വൽ ടു ആർ എക്സ് എക്സ് ഓഫ് ടി വൺ ടി ടു ആരായി മാറുക? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി നമ്മൾ നേരത്തെ കണ്ടെത്തി വെച്ചതാ. മൈനസ് ഇവിടെ എന്ത് മാറ്റം വരും? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്നായി മാറില്ലേ? എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് ടി എക്സ്പെക്ടേഷൻ എക്സ് ഓഫ് ടി എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ദി ഹോൾ സ്ക്വയർ എന്ന് വരും. ഇയാൾ ആരാണ്? വേരിയൻസ് ഓഫ് എ റാൻഡം പ്രോസസ് അല്ലേ? വേരിയൻസ് ഓഫ് എക്സ് ഓഫ് ടി ആണ്. സോ ടി വൺ ഈസ് ഈക്വൽ ടു ടി ടു ഈസ് ഈക്വൽ ടു ടി ആവുന്ന സമയത്ത് നമ്മുടെ ഓട്ടോ കൊവേരിയൻസ് ആരായിട്ട് മാറും? വേരിയൻസ് ഓഫ് എ റാൻഡം പ്രോസസ് ആയിട്ട് മാറും. ക്ലിയർ? ഇതൊരു നോട്ടായിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും ഡീൽ ചെയ്യുക.